വെൽക്കം ബാക്ക് ടു ടെക്കാറസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്സസ് 125ൻ്റെ സീറ്റ് ലോക്ക് കംപ്ലൈൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാം. ആവശ്യമായ ടൂളുകൾ 10ൻ്റെയും 12ൻ്റെയും ഒരു ബോക്സർ, സ്റ്റാറിൻ്റെയും മൈനസിൻ്റെയും ഒരു സ്ക്രൂ ഡ്രൈവറാണ് വേണ്ടത്. ആദ്യം സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് ഈ 4 സ്ക്രൂവും റിമൂവ് ആക്കി കൊടുക്കാം. ശേഷം 10ൻ്റെ ഒരു ടീ ഉപയോഗിച്ച് ലഗേജ് ട്രേൻ്റെ ഉള്ളിലുള്ള 3 10ൻ്റെ ബോൾട്ടും റിമൂവ് ആക്കി കൊടുക്കാം. ശേഷം ഈ ലോക്ക് സെൻറ്ററിൽ സ്റ്റാറിൻ്റെ സ്കൂട്ടർ വെച്ച് പുഷ് ചെയ്ത് കണ്ട് മൈനസിൻ്റെ സ്കൂട്ടർ വെച്ച് തട്ടി കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലുള്ളതും റിമൂവ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ലഗേജ് ട്രേ മെല്ലെ പൊക്കിക്കാണ്ട് റിമൂവ് ആക്കി കൊടുക്കുക. സിമ്പിളായിട്ട് ഊരിപ്പോരുന്നതാണ്. നെക്സ്റ്റ് പെട്രോൾ ക്യാപ്പ് റിമൂവ് ആക്കിക്കാണ്ട് ആ പാനൽ മെല്ലെ പൊക്കിക്കാണ്ട് പെട്രോൾ ക്യാപ്പ് അതേപോലെ തിരിച്ച് ഫിറ്റ് ചെയ്യുക. ശേഷം 12ൻ്റെ ബോക്സർ ഉപയോഗിച്ച് 4 ബോൾട്ട് റിമൂവ് ആക്കിക്കാണ്ട് ഗ്രാബ് റെയിൽ റിമൂവ് ആക്കുക. നെക്സ്റ്റ് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഈ കാണുന്ന 2 ബോൾട്ടും റിമൂവ് ആക്കുക. ശേഷം ഈ കാണുന്ന ലോക്ക് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് പുഷ് ചെയ്ത് കണ്ട് മൈനസിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് തട്ടി കൊടുക്കുക. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡത്തും റിമൂവ് ആക്കുക. അതേപോലെ ഈ കാണുന്ന ബോൾട്ടും സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വെച്ച് റിമൂവ് ആക്കുക. ഓപ്പോസിറ്റ് സൈഡിലും ഒരു ബോൾട്ട് ഉണ്ടാവും, അതും ഇതേപോലെ റിമൂവ് ആക്കി കൊടുക്കുക. ഇതൊരു ലോക്കിംഗ് മെക്കാനിസം ആണ്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിക്ക് പുഷ് ചെയ്ത് കൊടുക്കുക. അതേപോലെ ഈ ഭാഗത്ത് മോൾക്ക് വലിച്ചിട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ കവർ താഴത്തേക്ക് ഇറക്കി വെക്കുക. അത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സീറ്റിൻ്റെ ലോക്കിൻ്റെ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. അത് ഊരാനുള്ള ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴത്തേക്ക് ഇറക്കി വെക്കുന്നത്. ഇതാണ് പഴയ ലോക്ക്. പഴയ ലോക്കിൻ്റെ സ്പ്രിങ് ഡാമേജ് ആയി പോയിട്ടുണ്ട്. അതാണ് സീറ്റ് അടയാത്തത്. അപ്പോൾ അത് ഊരിക്കാണ്ട് നമുക്ക് പുതിയ ലോക്ക് ഫിറ്റ് ചെയ്യാം. കേബിൾ മേലേക്ക് ജസ്റ്റ് പുഷ് ചെയ്ത് കണ്ട് സിമ്പിളായിട്ട് റിമൂവ് ആക്കാൻ പറ്റുന്നതാണ്. പുതിയ ലോക്ക് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. 110 രൂപയെ കോസ്റ്റ് വരുന്നുള്ളൂ. ജെനുവിൻ പാർട്സ് തന്നെ വാങ്ങാൻ നോക്കുക. അതുപോലെ ജസ്റ്റ് ഗ്രീസ് അപ്ലൈ ചെയ്യുക. ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ പുതിയ ലോക്ക് ഫിക്സ് ചെയ്ത് കണ്ട് കീ തിരിച്ച് ചെക്ക് ചെയ്ത് നോക്കുക. ലോക്ക് ഓപ്പൺ ആവുന്നില്ലെന്ന് ചെക്ക് ചെയ്യുക. ലോക്ക് ഓപ്പൺ ആവുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം. അല്ലാത്ത പക്ഷം സീറ്റ് ലോക്കായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. ലോക്ക് ഓപ്പൺ ആവുന്നുണ്ട്. ഇനി നമുക്കെല്ലാം തിരിച്ച് റീഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഔട്ടർ കവർ മുകളിലേക്ക് ഇതേപോലെ വലിച്ച് മുകൾ ഭാഗം സീറ്റിംഗ് ആക്കിയ ശേഷം ഫ്രണ്ട് ഭാഗം മെല്ലെ താഴത്തേക്ക് ഇറക്കിക്കാണ്ട് സ്ലൈഡ് ചെയ്ത് ലോക്കാക്കി കൊടുക്കുക. നെക്സ്റ്റ് ഈ മുകൾ ഭാഗത്തുള്ള 2 സ്റ്റാറിൻ്റെ സ്ക്രൂ അതേപോലെ താഴത്തുള്ള 2 സൈഡിലും സ്റ്റാറിൻ്റെ സ്ക്രൂ തിരിച്ച് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ലോക്ക് റിമൂവ് ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ഈ റൗണ്ട് ഭാഗം പുഷ് ചെയ്ത് പിന്നെ പുഷ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡും ലോക്ക് ചെയ്യാം. ശേഷം ഗ്രാബ് റെയിൽ 12ൻ്റെ ബോക്സർ ഉപയോഗിച്ച് 4 ബോൾട്ടും ഫിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം പെട്രോൾ ക്യാപ്പ് ഊരി ഈ പാനൽ ഇതേപോലെ ഫിക്സ് ചെയ്യുക. ശ്രദ്ധിക്കാനുള്ളത് ഫ്യൂവൽ ഡ്രെയിൻ പൈപ്പ് ഉണ്ടാവും, അത് ഫിക്സ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണം. നെക്സ്റ്റ് ലഗേജ് ട്രേ വീഡിയോയിൽ കാണുന്ന പോലെ ഫിക്സ് ചെയ്ത് താഴത്ത് 2 സൈഡും ലോക്കും അതേപോലെ മുകളിൽ 10ൻ്റെ 3 ബോൾട്ടും ഉണ്ടാവും, അതും ഫിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ സ്റ്റാറിൻ്റെ 4 സ്ക്രൂവും കൂടി ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സീറ്റ് ലോക്ക് ആവുന്നുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻ അബൌട്ട് വീഡിയോ. വീണ്ടും ഇതുപോലുള്ള വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.